വേടന്റെ ജാമ്യത്തിൽ ഉത്തരവ് ബുധനാഴ്ച എന്നതാണ്. ജാമ്യം നൽകരുത് എന്ന് പരാതിക്കാരി ആവർത്തിക്കുന്നു. പരസ്പര സമ്മതത്തോടുള്ള ശാരീരിക ബന്ധമാണ് വേടൻ കോടതിയിൽ പറയുന്നത്. ദിവിഷ്, വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. ഇന്നും ഹൈക്കോടതിയിൽ വലിയ വാഗ്വാദങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പ്രതിഭാഗവും അതോടൊപ്പം തന്നെ പരാതിക്കാരിയുടെ അഭിഭാഷകയും പല ഘട്ടങ്ങളിലും ഹൈക്കോടതിയിൽ വാദങ്ങളുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് വേടൻ മുന്നോട്ട് വയ്ക്കുന്നത് നല്ല ബന്ധത്തിലായിരുന്നു ഇരുവരും. ആ സമയത്ത് പരസ്പര സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും ഒരു ബലാത്സംഗ കുറ്റത്തിന്റെ പരിധിയിൽ വരില്ല, അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് വേടന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതായത് ആ പരാതിക്കാരിയുമായിട്ടുള്ള ബന്ധം വേടൻ തള്ളി പറയുന്നില്ല. അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, സ്നേഹബന്ധമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ ബന്ധം വേർപിരിഞ്ഞു. ആ ബന്ധം വേർപിരിഞ്ഞ ശേഷം ഈ പരാതിയുമായി വരുമ്പോൾ ആ പരാതി നിലനിൽക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം തന്നെ കോടതിയിൽ ഇന്ന് വേടൻ ചൂണ്ടിക്കാണിച്ചത് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതി വരുന്നത്. 2023 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 2025 പരാതിയുമായിട്ട് വരുന്നു. അപ്പോൾ പരാതിക്കാരിക്ക് പറയാനുണ്ടായിരുന്നത് താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു വേടൻ ഉപേക്ഷിച്ച് പോയ ശേഷം എന്നതാണ് അവരുടെ നിലപാട്. അപ്പോൾ കോടതി ഉയർത്തിയ ഒരു ചോദ്യം, ആ 2 വർഷം നിങ്ങൾ ജോലി ചെയ്തിരുന്നോ എന്നതാണ് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യം. അതായത് യുവ ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ അവർ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നോ ഈ കാലഘട്ടത്തിൽ എന്നതാണ് കോടതി ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തതയുണ്ട്. ഇത് സംബന്ധിച്ച വ്യക്തതകൾ വരുന്നുണ്ട് എന്നുകൂടി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, അതാണ് പിന്നീട് ഈ ബലാത്സംഗ കുറ്റമായി മാറുന്നത്. ആ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ മാത്രമാണ് അതിലൊരു ബലാത്സംഗ കുറ്റമായിട്ട് പരിണമിക്കുന്നത്. ഇവിടെ അത്തരത്തിലുണ്ടോ എന്ന് തന്നെയാണ് കോടതി പരിശോധിക്കുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അടക്കം വ്യക്തത വരുത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ അടക്കം നിരവധി ഉത്തരവുകൾ വന്നിട്ടുണ്ട് എന്നാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് പറഞ്ഞത്. വളരെ നാരോ ലൈനാണ് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചു. അതായത് വളരെ അടുത്ത സ്നേഹബന്ധത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലൈംഗിക ബന്ധങ്ങളിലേക്ക് പോവുക, അതിനുശേഷം ആ ബന്ധം പിരിഞ്ഞ ശേഷം, അതായത് ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു, അവർ പിരിയുന്നു, അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ ബലാത്സംഗ കുറ്റം ആരോപിച്ച് പരാതിയുമായി വന്നാൽ അത് നിലനിൽക്കുമോ എന്ന് തന്നെയാണ് കോടതി ഉയർത്തുന്ന ചോദ്യം. അക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അടക്കമുള്ള മുന്നുത്തരവുകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി മുന്നോട്ട് പോകുക. ബുധനാഴ്ച വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് വേടന് ഇതുവരെ അറസ്റ്റിന് വിലക്കുണ്ട്. ബുധനാഴ്ച ആ ഉത്തരവ് വരുന്നത് വേടനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ വേടന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലാത്ത പക്ഷം വേടന് ഒരു പ്രീ അറസ്റ്റ് ബെയിൽ, അതായത് മുൻകൂർ ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനും സാധ്യതകളുണ്ട്.